ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും ദിവ്യാസ് അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെമ്മീൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മാങ്ങ, മുരിങ്ങാക്കായും. അത് വെച്ചിട്ടാണ് ഞാനിന്നിവിടെ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തത്. അതിന് അരപ്പിന് ആവശ്യമായതാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓണാക്കി അതൊന്ന് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തത്, 2 ചെറിയ ഉള്ളിയും. നമ്മുടെ കറി ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എല്ലാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വറവിൽ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അരപ്പൊക്കെ തിളച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വറവിൽ വേണ്ട കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം. ചെറിയുള്ളി ഞാനൊരു 5-6 ചെറിയുള്ളിയാണ് എടുത്തത്. അത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളകാണ് ചേർത്തത്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.